ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ടൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ട് കാണിക്കുന്നത്. എല്ലാവരെയും പറശ്ശിനിക്കേക്ക് പോക്കാന്ന്. പറശ്ശിനിക്ക് ഉള്ള പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ മുത്തപ്പൻ്റെ മണ്ണിലേക്ക്, മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോക്കാന്ന്. നമ്മളെ കൂടെ വന്നവർ കുറേ സെറ്റായിട്ട് നമ്മളെ ആൾക്കാരിങ്ങനെ പോയതാണ്. നമ്മളെ അടുത്തുള്ളവരും അങ്ങനെ ലേഡീസ് മാത്രമായിട്ടുള്ള കുട്ടികളും അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു. നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് ആടെ വണ്ടി ഇറങ്ങി നടന്നു പോക്കാന്ന്. നല്ല തിരക്കുണ്ടായിന്. എന്ന് വെച്ചാൽ അന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ചന്തയിൽ കണ്ട നല്ല അടിപൊളി കൃഷ്ണ വിഗ്രഹം കണ്ടാൽ എന്തൊരു രസമാണ്. നിന്ന് നോക്കിപ്പോവും മയിൽപ്പീലിയും കൃഷ്ണ വിഗ്രഹമെല്ലാം കണ്ടാൽ. പിന്നെ ചന്തയിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എന്തെല്ലാം ഐറ്റംസ്. പിള്ളേരിങ്ങനെ വിളിക്കുന്നുണ്ട്, നമ്മളൊന്നും മൈൻഡാക്കുന്നില്ല. തൊഴുതിറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ പോയത് അമ്പലങ്ങളിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. മാടായിക്കാവിലേക്ക് പോക്കാന്ന്. അവിടെ പോകുമ്പോൾ തന്നെ ഒരു ആലാണ്, നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഇതാക്കിയിട്ടുള്ള ഒരു ആലാണ്. അപ്പോൾ നമ്മൾ ആടെ നിന്നിറങ്ങി നമ്മൾ പിന്നെ മാടായി അമ്പലം, മാടായി പാറ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ ആയ അമ്പലമൊന്നും കണ്ടിട്ടില്ല, നല്ല വെയിലുമാണ്. പിന്നെ അവിടെ നിന്ന് പോയി അവിടെ കുറച്ച് അരുവത്തായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കുളം, ഇങ്ങനെ കുളമോ പുഴയോ ഒന്നാന്നറിയില്ല, അങ്ങനെ ഉണ്ട് കുറേ പാറയും. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോ എല്ലാം അങ്ങനെ അത് ചെറുകുന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങി. ചെറുകുന്ന് അമ്പലത്തിൽ നിന്നാണ് അവിടെ ഉത്സവമാണെന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ എന്നിട്ട് ചോറുന്നു, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഏറ്റവും ലാസ്റ്റായ അമ്പലത്തിലേക്കാണ് പോയത്. 7 മണി തൊട്ടിട്ടാണ് അവിടെ ലേഡീസിന് പിന്നെ കയറാൻ പറ്റുക. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ എത്തി എല്ലാവരും തൊഴുത് പിന്നെ അങ്ങനെ നമ്മളെ അന്നത്തെ ഒരു ദൈവത്തിൻ്റെ അടുത്തേക്കെല്ലാം പോയി നമ്മൾ തൊഴുത് മടങ്ങി. എല്ലാവർക്കും മനസ്സിന് സമാധാനം കിട്ടി. ഇത് നമ്മളെ ഒന്നിച്ചുള്ള നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോയിലെടുത്ത്, ഇതല്ലേ നമുക്ക് മനസ്സിനിപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ടാറ്റാ, ബൈ ബൈ.